ഹലോ എവരിവൺ. നമ്മൾ പുതിയ മഹീന്ദ്ര XUV700 ഇലക്ട്രിക്കാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഹീന്ദ്രനെ വിളിക്കുന്നത് XEV9S എന്നാണ്. 9E നമുക്കറിയാം ഒരു കൂപ്പേ പോലത്തെ ഒരു സ്റ്റൈലിംഗ് ഉള്ളൊരു വണ്ടിയായിരുന്നു. ദിസ് ഈസ് മോർ ലൈക്ക് എ വാഗൺ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫുൾ സൈസ് ബാക്കിലോട്ടുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. പ്ലസ് യു ഗെറ്റ് 2 അഡീഷണൽ സീറ്റ്സ് XUV700 പോലെ. സോ ഇറ്റ്സ് മച്ച് മോർ പ്രാക്ടിക്കൽ. പലർക്കും ആ ഒരു കൂപ്പേ സ്റ്റൈലിംഗ് ഇഷ്ടമല്ലാത്ത കുറച്ചും കൂടി കൺവെൻഷണൽ ലുക്കാണ് വേണ്ടതെന്നുള്ളവർക്ക് ഈ ഒരു വണ്ടി കുറേ കൂടിയും അപ്പീലിംഗ് ആയിട്ട് തോന്നും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചൊരു ഡേറ്റഡ് സ്റ്റൈലിംഗ് ആണ് ഇപ്പോൾ ഈ പുതിയ റേഞ്ച് ഓഫ് ഇലക്ട്രിക് കാറുകളുടെ ഇടയിൽ നോക്കുമ്പോൾ. കുറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണ് XUV700 ഇപ്പോൾ എല്ലാവർക്കും ഒരു അക്സെപ്റ്റഡ് പോലത്തെ ഒരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു വണ്ടിയിൽ ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നമ്മൾ XEV9 കണ്ട പോലെ ആ ഒരു സിഗ്നേച്ചർ DRL വന്നിട്ടുണ്ട്. മൈത്രേൻ്റെ മീശ എന്നൊക്കെ പലരും വിളിക്കുന്ന പോലത്തെ ആ ഒരു എലമെൻറ്റ് അതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് 2 ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ഉണ്ട്. ഗ്രില്ലൊക്കെ ക്ലോസ്ഡ് ഓഫ് ആണ്. താഴെ ഒരു ലോവർ ഒരു എയർ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. ബോണറ്റും ഫെൻഡേഴ്സും മാറ്റിയിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഫ്രണ്ട് എൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ആ ഒരു EV സ്പെസിഫിക് ആയിട്ടുള്ള പോലത്തെ ആ ഒരു ഷേപ്പാണ് ബോണറ്റിന് വന്നേക്കുന്നത്. ഫെൻഡറിൽ ആ ഒരു DRLൻ്റെ എക്സ്റ്റൻഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. XEV9 നമുക്ക് കുറേ കൂടി എക്സാജറേറ്റ് ആയിട്ടുള്ള വീൽ ആർച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വളരെ കൺവെൻഷണൽ ലുക്കിംഗ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്കുലർ വീൽ ആർച്ചസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ XUV700 ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പെട്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. വീൽസ് ആർ ഡിഫറെൻറ്റ്. 18 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്. ഒരു EV സ്പെസിഫിക് ഡിസൈനാണ്. അത്ര ഭയങ്കര എടുത്തു പറയത്തക്ക ഭംഗിയൊന്നുമില്ല. ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ കുറേ കൂടിയും വലിയ ഡയമീറ്ററൊക്കെ ഉള്ള വീലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 18 ഇഞ്ചസ് ദ മാക്സിമം യു ഗെറ്റ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈവൻ മോർ XUV700 എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ടെയിൽ ലൈറ്റിൻ്റെ ഔട്ടർ ഷേപ്പും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഉള്ളിലത്തെ എലമെൻറ്റ്സ് മാറിയിട്ടുണ്ടെന്നല്ലാണ്ട് ആ ഒരു ഔട്ട്ലൈനൊക്കെ വളരെ സെയിം ആണ്. ബ്ലാക്ക്ഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് ഏരിയ ആയിട്ട് ജെൽ ചെയ്ത് പോകുന്ന പോലെ അതിൻ്റെ മിഡിലുള്ള ട്രിമ്മിനും ഒരു ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ബമ്പർ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയിലത്തെ ഡിഫ്യൂസർ പോലെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റണ്ണിങ് ബോഡി കണ്ട പോലത്തെ ആ ഒരു ലൈൻസ് ഇട്ടിട്ടുള്ള ആ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അത് കാണുമ്പോൾ ഷോറൂമിൽ പുതിയ വണ്ടി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മൾ വെൻ യു ലിവ് വിത്ത് ദാറ്റ് കാർ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എലമെൻറ്റാണ്. സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത് പ്രാക്ടിക്കാലിറ്റി ആലോചിക്കാണ്ട് ചെയ്ത പോലത്തെ എലമെൻറ്റായിട്ടാണ് നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ തോന്നുക. XEV9S ഒരു ബോൺ ഇലക്ട്രിക് സീരീസിലുള്ളൊരു വണ്ടിയല്ല. ഇറ്റ് ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ആൻ ഓൾഡർ പ്ലാറ്റ്ഫോം. നമ്മൾ XUV700 കണ്ട ആ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ ഒരു അഡാപ്റ്റേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലോർ പാനും ബാക്കി സാധനങ്ങളെല്ലാം ആ ഇൻക്ലോ ആർക്കിടെക്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് അഗെയിൻ വെരി ഫെമിലിയർ. നമ്മൾ XEV9 കണ്ട പോലത്തെ ആ സെയിം ഡാഷ് ബോർഡും ഇതൊക്കെ തന്നെയാണ്. ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് ഉണ്ട്. 12.3 ഇഞ്ചിൻ്റെ 3 സ്ക്രീനുകൾ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെരി സ്ലിക്ക് ടു യൂസ്. നമുക്ക് മെന്യൂസൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സബ് മെന്യൂസൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വെരി ലെജിബിൾ. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴും ആ ഒരു മഹീന്ദ്ര തീമിലായതുകൊണ്ട് വളരെ ഫെമിലിയർ ആണ്. സ്ക്രീനുകളുടെ ഒരു കാലമാണ് ഇപ്പോൾ. നമ്മൾ 3 സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ നോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഹീന്ദ്ര ഹാസ് ഗോൺ 1 സ്റ്റെപ്പ് ഫർദർ. ഈ 2 സീറ്റുകളുടെ ബാക്കിലായിട്ട് ഈ വണ്ടിയിലില്ല. പക്ഷേ യു ക്യാൻ ആഡ് യുവർ ഓൺ സ്ക്രീൻസ്. എക്സ്ട്രാ സ്ക്രീനുകളും കൂടി ആഡ് ചെയ്യാം. ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്നാണ് ഇവർ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി വാട്ട് എവർ മൾട്ടിമീഡിയ യു വാണ്ട് ടു പ്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്ന കുറച്ച് 2 സ്ക്രീനുകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 7 സീറ്റും 2 സ്ക്രീനുമാണ് ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓരോ കാലത്ത് ഓരോന്നായിരുന്നു. പണ്ട് കപ്പ് ഹോൾഡർ ആയിരുന്നു, പിന്നീട് പാൻഡ്രോമിക് ഗ്ലാസ് ആയി, ഇപ്പോൾ സ്ക്രീനുകളാണ്. ഈ സ്ക്രീനുകളുടെ അടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സേജ് ഗ്രീൻ പോലത്തെ ഒരു അപ്ലീക്ക് ഉണ്ട്. ഒരു ലെതറൈറ്റ് മെറ്റീരിയലാണ്. അതിൽ തന്നെ എംബഡഡ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മുടെ AC വെൻസ് ഇരിക്കുന്നത്. XEV9 കണ്ട പോലെ തന്നെയാണ്. അതിൻ്റെ താഴെ നമുക്കൊരു ടച്ച് പാനലുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് ഉണ്ട്. യു ഹാവ് യുവർ വയർലെസ് ചാർജർ. 2 USB-C സോക്കറ്റ്സ് ഉണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഗിയർ സെലക്ടർ കിട്ടുന്നുണ്ട്. എഗെയിൻ ഈ ഒരു ലെതറൈറ്റ് ട്രിം നമുക്ക് അതുപോലെ അപ്ലൈ ചെയ്തേക്കണം കാണാൻ പറ്റും. വെരി ടേസ്റ്റ്ഫുള്ളി മെയ്ഡ്. ഇവിടെ നമുക്കൊരു റോട്ടറി ഡയലും അതിൻ്റെ ചുറ്റും 4 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. വിച്ച് കൺട്രോൾസ് ഓൾ ദ ഫംഗ്ഷൻസ്. നമുക്ക് ടച്ചിൽ കൺട്രോൾ ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് ക്വിക്ക്ലി ആക്സസ് ചെയ്യേണ്ട ഫംഗ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ പാനൽസ് ഒക്കെ നമ്മൾ XUV700 കണ്ട പോലെ തന്നെയാണ്. XEV9 വന്നപ്പോൾ ഉള്ള ആ സെയിം അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇതിലുണ്ട്. ഫോർ വിൻഡോ സ്വിച്ചസ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ആ ഒരു പുതിയൊരു തീമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി XEV9 കണ്ട പോലെ തന്നെ കാര്യങ്ങളാണ്. സീറ്റ്സ് ഒക്കെ വളരെ ഫെമിലിയർ ആണ്. നമ്മുടെ ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ്. നമുക്ക് ഒരു ഔട്ടർ എഡ്ജിൽ കൂടെ ഒരു എക്സ്ട്രാ ഒരു ട്രിം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സേജ് ഗ്രീൻ ആയിട്ട് മാച്ച് ചെയ്യണ പോലെ. സീറ്റ്സ് ആർ വെൽ ടൈറ്റ് ടുഗദർ. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റിലും നമുക്ക് കാണാൻ പറ്റും. ബാക്കിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ്സ് രണ്ടും പവേർഡ് ആണ്. വലിപ്പമുള്ള സീറ്റാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ്. നല്ല സൈഡ് ബോൾസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. യു ക്യാൻ ബി റിയലി കംഫർട്ടബിൾ. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോഴൊക്കെ ഒരുവിധം വലിപ്പമുള്ള ആൾക്കാരാണെങ്കിൽ പോലും യു വിൽ ബി വെരി കംഫർട്ടബിൾ ഹിയർ. നല്ല വിസിബിലിറ്റി ഉണ്ട്. യു ക്യാൻ സീ പ്രോപ്പർലി ഔട്ട് ഓഫ് ദ കാർ. ബാക്കിലേക്കൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ബാക്കിൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു മിറർ അത്ര യൂസ്ഫുൾ അല്ല. ബട്ട് ദെൻ യു ഹാവ് ക്യാമറാസ് ഓൾ അറൗണ്ട്. ഈ ഒരു വണ്ടിയിൽ ഒരു 540 ഡിഗ്രി ക്യാമറ പറയുന്നുണ്ട്. സോ യു ക്യാൻ ഹാവ് യുവർ 360. ആൻഡ് അടിയിലേക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ കണ്ടിരുന്ന ആ ഒരു ക്യാമറയും നമുക്കിതിൽ കിട്ടുന്നുണ്ട്.
മിഡിൽ റോ റിയലി കംഫർട്ടബിൾ, നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. XUV 700 വെച്ച് നോക്കുമ്പോൾ ഫ്ലോർ ഇത്തിരി കൂടി പൊങ്ങിയിട്ടാണ്, ബട്ട് ഇറ്റ്സ് റിലേറ്റീവ്ലി ഫ്ലാറ്റ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതിൽ ഇരിക്കാൻ പറ്റും. ബാക്ക് റെസ്റ്റിൻ്റെ ആംഗിളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. തേർഡ് റോ അത്ര സ്പേഷ്യസ് ഒന്നല്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഒരു വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ജേണിയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് ഐഡിയലി ഫോർ ചിൽഡ്രൻ. കുറേ കൂടിയും അവർക്കുള്ളൊരു സൈസിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഫോൾഡ് ഡൗൺ ദോസ് സീറ്റ്സ് ആൻഡ് ഒരു 520 liters ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക് അന്നേരം കിട്ടും. ഫ്രണ്ടിൽ ബോണ്ടിൻ്റെ ഇടയിലായിട്ട് യു ഗെറ്റ് അബൌട്ട് 150 liters ഒരു ചെറിയൊരു ഫ്രണ്ട് സ്പേസ് ഓർ ഫ്രൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ചാർജറും അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ഓവർ ദേ. ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ടെക്നോളജി നമുക്കറിയാം, BYD എന്ന് കടമെടുത്ത് ഫോക്സ് വാഗനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്. സോ യു ഗെറ്റ് 2 ഫെമിലിയർ ബാറ്ററി പാക്സ്. നമുക്ക് ആ 59 kWh 79 kWh ബാറ്ററി പാക്സ് ഉണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു വേരിയൻറ്റിൽ നമുക്കൊരു 70 kWh ഒരു പുതിയൊരു ബാറ്ററി പാക്കും കൂടി വരുന്നുണ്ട്. പവർ ഔട്ട്പുട്ട്സ് 230 bhp ആണ് ചെറിയ ബാറ്ററി പാക്കിന് ആൻഡ് 282 bhp അടുത്താണ് വലിയ ബാറ്ററി പാക്കുള്ള വേർഷന്. രണ്ടിനും 380 Nm ടോർക്ക് തന്നെയാണ്. സോ ബാറ്ററി പാക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ടോർക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ പവർ ഔട്ട്പുട്ട്. സോ മേ ബി മോട്ടറിൻ്റെ RPM ആയിരിക്കും അവിടെ കൺട്രോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഡ്രൈവ് മോഡ്സിൻ്റെ ഒക്കെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. പഴയ സിപ്സാപ്പ് സൂമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ റേഞ്ച്, എവറി ഡേ, റേസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് എവറി ഡേ റേസ് മോഡാണ് ആവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ റേസ് മോഡിൽ ഇട്ടിട്ടുണ്ട് ആൻഡ് വി ആർ ഗോയിങ് ഫോർ ഇറ്റ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ്. മഹീന്ദ്ര ക്ലെയിം ചെയ്യണത് 0 to 100 in 7 seconds ആണ്. നമ്മൾ XUV 9e ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ഡൂയിങ് അറൌണ്ട് 7.2 seconds. ഐ തിങ്ക് ദിസ് ഈസ് ജസ്റ്റ് ആസ് ഫാസ്റ്റ്. അതേപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എക്സ്ട്രാ വെയിറ്റ് ഉണ്ടാവാം, പക്ഷേ മോർ ഓർ ലെസ് ദ സെയിം. ആ സൈലൻസ് വലിയൊരു കോൺട്രാസ്റ്റ് ആണ്. കാരണം വി ആർ ഇൻ നന്ദി ഹിൽസ്. പണ്ട് ഇവിടെ ഒരു നന്ദി ഹിൽ ക്ലൈംബ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് നടക്കുമായിരുന്നു, എ ടൈം റേസിംഗ് ഇവൻറ്റ്. വളരെ ലൗഡായിട്ടുള്ള പല വണ്ടികളിലും എൻ്റെ പ്രതാപകാലത്ത് ഞാനിതിൽ ഓടിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വെൻ യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി സൈലൻറ്റ് കാർ ലൈക്ക് ദിസ്, ഇറ്റ് ഫീൽസ് ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് XUV 700 പോലെ ഇതൊരു ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആർക്കിടെക്ചറിലല്ല ഉണ്ടാക്കിയേക്കുന്നത്. ദിസ് ഈസ് റിയർ മോട്ടർ ആൻഡ് റിയർ വീൽ ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ റിയലി എൻജോയ് ദാറ്റ്. ആ ഒരു ബാക്ക് സ്ലൈഡ് ചെയ്ത് വരുന്ന ആ ഒരു ഫീലൊക്കെ വളരെ എൻജോയബിൾ ആണ്. ആൻഡ് ദർ ഈസ് ഗുഡ് ബാലൻസ്, ദർ ഈസ് ഗുഡ് ബോഡി കൺട്രോൾ. ഈ ഒരു പോയിന്റിലൊക്കെ ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ ആണെങ്കിലും ഇറ്റ് ജസ്റ്റ് സ്റ്റെപ്സ് ഔട്ട്. സംഭവം കൊള്ളാം. ഐ എം എൻജോയിങ് ഇറ്റ്. ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല നമ്മൾ വരുന്നത്, കാരണം ഇറ്റ്സ് ആൻ ഇലക്ട്രിക് കാർ. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു സം ഹൗ കോമ്പൻസേറ്റ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബാക്കൊക്കെ സ്ലൈഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ടയേഴ്സൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ ദേ ക്യാൻ പ്രോബബ്ലി ഹിയർ അസ്. ആൻഡ് ഈ കോർണേഴ്സിൽ കൂടെ ഒക്കെ ഉള്ള ബാലൻസ് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇറ്റ് ക്യാൻ ക്ലിങ് ഓൺ ടു ഇറ്റ്സ് ലൈൻ. അതുപോലെ തന്നെ ക്വിക്കായിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചസിലൊക്കെ ഇറ്റ് റെസ്പോൺസ് റിയലി വെൽ. സ്റ്റിയറിംഗ് ഫീലും സോ ഫാർ സോ ഗുഡ്. ഞാൻ ഈ മഹീന്ദ്രയുടെ EVകൾ ആദ്യമായിട്ട് ഓടിച്ച സമയത്ത് ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ആ ഒരു ഹാൻഡ്ലിംഗ് ബാലൻസ് ഒക്കെ വളരെ നല്ലതാണ്. ഫോർ എൻ SUV ഇറ്റ്സ് റിയലി ഗുഡ്. ഫോർ എൻ ഇന്ത്യൻ SUV ഇറ്റ്സ് റിമാർക്കബിൾ. ശരിക്കും പറഞ്ഞൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റിൻ്റെ ഹാൻഡ്ലിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അതുപോലെ തന്നെയാണ് ആ വണ്ടികൾ ബിഹേവ് ചെയ്യുന്നത്. ബ്രേക്സും കൂടി ഒന്ന് നോക്കാം. 120. ഓക്കെ, ബ്രേക്സ് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. മേ ബി ഡൗൺ ഹില്ല് കുറേ പുഷ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ചൊരു ഫെയ്ഡ് ഉണ്ടായിരുന്നു. വിൽ ട്രൈ അഗെയിൻ, കുറച്ചും കൂടെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം. ബട്ട് അതർവൈസ് നോ കംപ്ലൈൻസ്. സോ ഗോയിങ് ഡൗൺ ഹിൽ ഞാനിപ്പോൾ നല്ലോണം റീജൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഐ ഡോണ്ട് ഹാവ് ടു ടച്ച് ദ ബ്രേക്സ്. കാർ ഈസ് സ്ലോയിങ് ഡൗൺ റിയലി വെൽ. ഈ ഒരു വണ്ടിയിൽ മഹീന്ദ്ര അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ദേ ക്യാൻ ചേഞ്ച് ദ ഡാമ്പിങ് അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെൻറ്റ്സ്. ഡ്രൈവ് മോഡ്സ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. ആക്ച്വലി അത് സെപ്പറേറ്റ് ആയിരുന്നെങ്കിലും കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം നമുക്ക് റൈഡ് ക്വാളിറ്റിക്ക് അനുസരിച്ച് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് ഇട്ടിട്ട് യു ക്യാൻ ഹാവ് മോർ പവർ വിത്ത് ദ എഞ്ചിൻ. റേസ് മോഡ് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ചിലർക്ക് റേസ് എന്നുള്ള മോഡ് ചിലപ്പോൾ ഇത്തിരി അഗ്രസീവായിട്ട് തോന്നും. ഫോർ ദം ദേ ക്യാൻ മേ ബി ഹാവ് ദ സ്റ്റിഫർ സസ്പെൻഷൻ ആൻഡ് കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുള്ള ഒരു പെഡൽ ഫീലിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നീടുള്ള വേർഷൻസിലൊക്കെ ചിലപ്പോൾ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. ആസ് ഓഫ് നൗ ഇറ്റ്സ് ലിങ്ക് ടു ദ ഡ്രൈവിംഗ് മോഡ്സ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അബൌട്ട് ഒരു 20-30% നമുക്ക് ഡാമ്പിങ് വേരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ റിയാക്ഷൻ ടൈംസ് ഒക്കെ വളരെ നല്ലതാണ്. മഹീന്ദ്ര ക്ലെയിം ചെയ്യുന്നത് 15 milliseconds സസ്പെൻഷൻ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് റോഡ് ഷോക്സിനൊക്കെ. ആൻഡ് ദേ ആർ കോപ്പിംഗ് റിയലി വെൽ. ഈ ഒരു സർഫസിനനുസരിച്ചും നമ്മുടെ അഗ്രസീവായുള്ള ഡ്രൈവിങ്ങിനനുസരിച്ചൊക്കെ ഇറ്റ്സ് ഡൂയിങ് ഇറ്റ്സ് ജോബ്.
ആംബിൾ ട്രാവൽ ഉണ്ട് സസ്പെൻഷന്. അതുപോലെ തന്നെ കുറേ കൂടി തിക്കർ സൈഡ് വാൾസ് ആണ് ഇപ്പോൾ ഈ ഒരു 18-inch വീൽസ് ഉള്ള വേർഷന്. സോ ഐ തിങ്ക് റൈഡ് ക്വാളിറ്റി ഈസ് മച്ച് ബെറ്റർ. നമ്മൾ XEV9 കണ്ടതിലും കുറച്ചും കൂടിയും റൈഡ് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഗ്രിപ്പ് ലെവൽസ് ആർ റിയലി ഗുഡ്. നമുക്ക് ഈ ഒരു പോയിന്റിലൊക്കെ യു ക്യാൻ റിയലി പുഷ് ദിസ് തിങ്. ഇതിങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ മഹീന്ദ്ര ആ ഒരു പ്രൂവിങ് ഗ്രൗണ്ടിന് വേണ്ടി മുടക്കിയ പൈസ കംപ്ലീറ്റ് ആയിട്ട് മുതലായിട്ട് എന്നുള്ളതാണ്. ദേ ഹാവ് നെയിൽഡ് ഇറ്റ് ടു പെർഫെക്ഷൻ. സോ 160 kilowatt ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു ഫാസ്റ്റ് ഇനഫ് ചാർജർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി 20 minutesൽ ഒരു 10 to 80% ഒക്കെ വരെ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് മഹീന്ദ്ര പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19.95 lakhs നിന്നാണ് അപ് ടു 29.45 lakhs ആണ്. സോ യു ഹാവ് വൺ മോഡൽ ഫോർ യു ഇൻ ബിറ്റ്വീൻ സംവെയർ. കുറേയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. 7 seats ഒക്കെ ഉള്ളതുകൊണ്ട് ഫാമിലി യൂസിനൊക്കെ വളരെ ഐഡിയൽ വണ്ടിയാണ്. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഈസ് എക്സലൻറ്റ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഒരു ഫാമിലി SUV ഒരു ഇലക്ട്രിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഓൺ ടോപ്പ് ഓഫ് യുവർ ലിസ്റ്റ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹാരിയർ EV ആണ്, വിച്ച് ഗെറ്റ്സ് ഓൾ വീൽ ഡ്രൈവ്. ഇതിനൊക്കെ പുറമെ നമുക്കൊരു ഓൾ വീൽ ഡ്രൈവും കൂടി കിട്ടുന്നുണ്ട്. ആൻഡ് അബൌട്ട് 100 bhp കൂടുതലും കിട്ടുന്നുണ്ട്. ആൻഡ് പലർക്കും ആ ഒരു ഓൾ വീൽ ഡ്രൈവിൻ്റെ സേഫ്റ്റി നെറ്റും കൂടി വേണം എന്ന് തോന്നും. ചിലപ്പോൾ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറേ കൂടി കോൺഫിഡൻസ് ഇൻസ്പയറിങ് ചിലപ്പോൾ അതായിരിക്കും. ബട്ട് ഐ തറോലി എൻജോയ് ദിസ്. ഈ ഒരു റിയർ വീൽ ഡ്രൈവ് ആ ഒരു സ്ലൈഡി നേച്ചറൊക്കെ ഉള്ളതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ സോ മച്ച് ഫൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമായോ എന്നുള്ളതും ഇതാണോ ഹാരിയർ EV ആണോ നിങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.